നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിടാം. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി അരിഞ്ഞത്, നാല് പച്ചമുളക്, രണ്ട് ടേബിൾ സ്പൂൺ തൈര്, ഇഞ്ചി ഇടാം, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇടണം. ഞാൻ മല്ലിയില ഇടാൻ വിട്ടുപോയി. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ചിക്കനുമായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിൽ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. ചിക്കൻ കുറച്ച് നേരം നമുക്ക് അടച്ച് മാറ്റി വെക്കാം. നമുക്ക് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെ സ്പൈസസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ പൊടിയുടെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടി. ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് എല്ലാം കൂടി ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇരുന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കല്. ചിക്കൻ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.